ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനിർണായകമായ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞ് ചതിച്ചു. സണ്ണി ജോസഫിനും VD സതീശനുമെതിരെ പോലീസിൽ പരാതി നൽകി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതൻ. ഇതാണ് തലക്കെട്ട്. വാർത്ത ഇങ്ങനെയാണ്: പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനുമെതിരെ പോലീസിൽ പരാതി നൽകി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതൻ. ദുരന്തബാധിതനായ ജിജീഷാണ് മേപ്പാടി പോലീസിൽ പരാതി നൽകിയത്. വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞ് ചതിച്ചെന്നും പരാതിയിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനുമെതിരെ പോലീസിൽ പരാതി നൽകി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതനായ ജിജീഷാണ് മേപ്പാടി പോലീസിൽ പരാതി നൽകിയത്. വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞ് ചതിച്ചെന്നും പരാതിയിൽ പറയുന്നു. വാക്ക് വിശ്വസിച്ച് സർക്കാരിന്റെ വീട് വേണ്ടെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നും ദുരന്തബാധിതനായ ജിജീഷ് പറയുന്നുണ്ട്. കേസിൽ 1-ാം പ്രതി VD സതീശൻ, 2-ാം പ്രതി സണ്ണി ജോസഫ്, 3-ാം പ്രതി K സുധാകരൻ എന്നിവരാണ്. ഇതുകൂടാതെ സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന ആപ്പുണ്ടാക്കിയ അസ്ഹറിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. അസ്ഹറാണ് കേസിൽ 4-ാം പ്രതി. സർക്കാർ എല്ലാവർക്കും വീടുകൾ നിർമ്മിച്ചു നൽകാൻ പോകുന്നു, ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ വീട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോൾ ആപ്പ് പോലും കാണാനില്ല. ഒരു കടലാസിൽ എഴുതി സണ്ണി ജോസഫ് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. കണക്കുകൾ, കൃത്യമായ രേഖകൾ കാണിച്ചില്ല. ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും ഞങ്ങൾക്ക് വീടും ഇല്ലാതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇതാണ് പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതാവിരുദ്ധമായി ഒന്നുമില്ല. എത്ര പണം പിരിച്ചു എന്ന് പോലും കൃത്യമായി പറയാൻ KPCCക്ക് കഴിയുന്നില്ല. KPCC പറഞ്ഞു സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്ന്. ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ശരി തന്നെയാണ്. ആ പ്രദേശം ഏതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ തറക്കല്ലിടുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന്. രണ്ടാമത് ഒരു സ്ഥലവും കൂടി വാങ്ങിയിട്ടുണ്ട് എന്ന് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട് KPCC പ്രസിഡന്റ്. ആ സ്ഥലം എവിടെയാണ് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇങ്ങനെ കോൺഗ്രസിനെ വിശ്വസിച്ച് 15 ലക്ഷം സർക്കാരിൽ നിന്ന് വാങ്ങി ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്ത നിരവധി പേരുണ്ട്. അവരൊക്കെ ഇപ്പോൾ വഴിയാധാരമായി മാറിയിരിക്കുകയാണ്. അവരിപ്പോൾ വീണ്ടും സർക്കാരിനെ സമീപിക്കുകയാണ്. ഞങ്ങൾ 15 ലക്ഷം തിരിച്ചു തരാം, വീട് തരണം എന്ന്. സർക്കാർ അത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല. അടുത്ത സർക്കാർ അതേക്കുറിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം ദുരന്തബാധിതരാണ് അവർ, ചതിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ദുരന്തബാധിതനായ ആൾ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനിർണായകവുമാണ്. വനവാസത്തിന് പോകും, വൻ ഭൂരിപക്ഷത്തിന് UDF ജയിച്ചില്ലെങ്കിൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഇനിയിപ്പോൾ വനവാസത്തിന് പോകേണ്ടി വരില്ല, ജയിൽവാസത്തിന് പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആരൊക്കെയാണ് ജയിൽവാസത്തിന് പോകേണ്ടി വരിക? സണ്ണി ജോസഫ് പോകേണ്ടി വരും, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോകേണ്ടി വരും, മുൻ KPCC പ്രസിഡന്റ് K സുധാകരനും ഒപ്പമുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത്. കേസ് എവിടെയെത്തും, അന്വേഷണം എവിടെയെത്തും എന്നതെല്ലാം മറ്റൊരു കാര്യം. പക്ഷേ ധാർമ്മിക കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് വയനാടിലെ ദുരന്തബാധിതർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞങ്ങളുടെ പേരിൽ പിരിച്ച പണം, ആ പണം നിങ്ങൾ എന്തു ചെയ്തു? എത്ര പിരിച്ചു? എത്ര പൈസയാണ് കോൺഗ്രസിന് ലഭിച്ചത്? ഈ പറഞ്ഞ കണക്കൊന്നും ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. KPCC പ്രസിഡന്റ് പറഞ്ഞ കണക്കുണ്ട്. ആ കണക്കിന് നേരെ വിപരീതമായ മറ്റൊരു കണക്കാണ് KPCCയുടെ ഭാരവാഹികളായ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. ഈ രണ്ട് കണക്കിനും വിരുദ്ധമായ മറ്റൊരു കണക്കാണ് K സുധാകരൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ ധാരണയില്ല എത്ര പിരിച്ചു, എത്ര ചെലവഴിച്ചു എന്നതിനെക്കുറിച്ച്. എവിടെയോ ചില ദുരൂഹതകളുണ്ട്. ആപ്പിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു ദുരൂഹത ഇതെല്ലാം ഉണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് നിർണായകമാകും കോൺഗ്രസിന്. കാരണം ഈ കണക്കുകളെല്ലാം, ആപ്പിന്റെ വിശദാംശങ്ങൾ, പിരിച്ച തുക എന്നിവയെല്ലാം കൃത്യമായി പോലീസിന് നൽകേണ്ടി വരും. അത് പുറത്തു വരും. അപ്പോൾ സ്വാഭാവികമായും പണം നൽകിയവർ, ഞങ്ങൾ നൽകിയ പണം എവിടെ എന്ന് ചോദിച്ച് രംഗത്ത് വരും. നേരത്തെ പണം നൽകിയവർ അവരുടെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതൊക്കെ പുറത്തു വരും. എന്ന് വെച്ചാൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്, കോൺഗ്രസ് നേതാക്കളെ കാത്തിരിക്കുന്നത് വനവാസമല്ല, ജയിൽവാസമാണ് എന്നാണ് നമ്മോട് ഈ സംഭവങ്ങൾ വിളിച്ചു പറയുന്നത്.